എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 45-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഹലധരസഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിതനേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വിഗളിതഗൃഹകൃത്യാ വിസ്മൃതാപത്യവൃത്യാ മുരഹര മുഹുരത്യന്താകുലാ നിത്യമാസൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹലധര. ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ. ആരാ കലപ്പ ആയുധമാക്കിയവൻ? ബലരാമൻ. ഹലധര സഹിത ത്വം. ഹലായുധനും ഒത്ത് അങ്ങ്, അതായത് ബലരാമനോടൊത്ത് കൃഷ്ണൻ. എത്ര എത്ര ഉപയാത, എവിടെയൊക്കെ ചെന്നണഞ്ഞുവോ. വിവശപതിത നേത്ര ഗോപ്യ. വിവശപതിത നേത്ര എന്നാൽ പരവശമായ നേത്രങ്ങളോടെ, ഗോപ്യ എന്നാൽ ഗോപികമാർ. തത്ര തത്ര ഏവ അവിടേക്കെല്ലാം തന്നെ. വിഗളിത ഗൃഹകൃത്യ ഗൃഹകൃത്യങ്ങളിൽ ഉപേക്ഷ കാണിക്കുകയും. വിസ്മൃതാപത്യഭൃത്യ മക്കളെയും തൻ്റെ ഭൃത്യന്മാരെയും എല്ലാം മറക്കുകയും ചെയ്തു. മുരഹര ഹേ മുരാരേ. മുഹു അത്യന്താകുല നിത്യം ആസൻ. ദിനം പ്രതി ഈ ഗോപികമാർ കൂടുതൽ കൂടുതൽ പരവശകളായി തീർന്നു. എങ്ങനെ? കണ്ണനെ കണ്ടിട്ട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ മുരാരേ, ബലരാമനോടു കൂടി അങ്ങ് സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം പുത്ര ഭൃത്യരെ പോലും മറക്കുകയും ഗൃഹകൃത്യങ്ങളിൽ ഉപേക്ഷ കാണിക്കുകയും ചെയ്ത ഗോപസ്ത്രീകൾ പരവശമായ നേത്രങ്ങളോടെ അങ്ങയെ നോക്കുകയും ദിനം പ്രതി കൂടുതൽ കൂടുതൽ പരവശകളായി തീരുകയും ചെയ്തു. ഹരേ കൃഷ്ണ.